എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ അധികമൊന്നും ട്രൈ ചെയ്യാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസമാണിത്. ഓണത്തിന് എന്തായാലും ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഈ പായസം നമ്മൾ ഉണ്ടാക്കുന്നത് പംകിൻ വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് പംകിന് നല്ലതുപോലെ കഴുകി പീസാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്കറിലോ ചട്ടിയിലോ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോറ് വേവിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പംകിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അരി ഒന്നിച്ച് ചേർത്ത് വേവിച്ചെടുത്താൽ മതി. ജീരകശാലയോ ബസ്മതിയോ ഒന്നും ഇല്ലെങ്കിൽ പച്ചരിയോ വേവിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം നന്നായിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. പംകിൻ അരച്ചെടുക്കാതെ ഇതേപോലെ മാഷ് ചെയ്തെടുക്കുമ്പോൾ പായസത്തിന് വേറെ തന്നെ ടേസ്റ്റാണ്. ഇപ്പോൾ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് വേറെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഒരു 1/4 കപ്പ് പാൽപ്പൊടി എടുത്തിട്ട് കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. പാലൊന്ന് തെളിച്ചാൽ മാത്രം മതി. പംകിന് ഓൾറെഡി വെന്തിട്ടുള്ളതാണിത്. ഇനി എല്ലാം കൂടി ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ വേറെയും റെസിപ്പീസ് എൻ്റെ ചാനലിലുണ്ട്, കാണാൻ മറക്കരുത്. ഇപ്പോൾ പാല് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ 1/4 കപ്പ് ചവ്വരി വേവിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എപ്പോഴും നമ്മൾ പംകിൻ വെച്ചിട്ട് കറിയല്ലേ അധികം ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ ഓണത്തിന് ഈ പായസം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ വെട്ടി തിളക്കുന്നുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് കാഷ്യൂസും കിസ്മിസും വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് കാഷ്യൂസും കിസ്മിസും കൂടി വറുത്തെടുക്കാം. വറുത്തെടുത്തതൊക്കെ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പായസം ഇപ്പോൾ നല്ലതുപോലെ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു പായസമാണ്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയാം. കൂടുതൽ റെസിപ്പീസൊക്കെയായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്